അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. സുവിശേഷ വിചിന്തനം. ജനങ്ങളെ നായകരെന്നും നയിക്കപ്പെടുന്നവരെന്നും വിശേഷിപ്പിക്കാനാകും. മൃഗീയ ഭൂരിപക്ഷവും നയിക്കപ്പെടുന്നവരുടെ ഗണത്തിലാണ്. നയിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുന്നവരാണ് യഥാർത്ഥ നായകർ. നായകർ സ്വന്തം കാര്യങ്ങളിൽ വ്യാപൃതരാകുകയും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ നയിക്കപ്പെടുന്നവർ അവഗണിക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ അരക്ഷിതരാക്കപ്പെടുകയോ ചെയ്യപ്പെടാം. അപ്പോഴാണ് അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയാകുന്നത്. അവരെ അനുകമ്പയോടെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. അനുകമ്പയുള്ളവൻ സ്നേഹമുള്ളവനാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം വിവരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവൻ സ്നേഹിക്കുന്നില്ല. ഞാനും നിങ്ങളും സ്നേഹിക്കുന്നവരാണോ?